അങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ വേണോ വേണ്ടയോ എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കേണ്ടതാണ്. കണ്ണൂരിലെ ജനങ്ങൾക്ക് മാത്രം അറിയാവുന്ന പിണറായി എന്ന സൈക്കോപാത്തിനെ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ തിരിച്ചറിയാൻ നവകേരള സദസ്സ് യാത്രയിലൂടെ സാധിച്ചു എന്നതിൽ ഞാൻ സംതൃപ്തനാണ്. നവകേരള സദസ്സ് കേരളത്തിലുടനീളം സഞ്ചരിച്ച് 37 ദിവസം ഈ സൈക്കോപാത്തിന്റെ ക്രൂരകൃത്യങ്ങൾ ജനങ്ങൾ കണ്ടു. കല്യാശ്ശേരിയിൽ എൻ്റെ കുട്ടികളെ അടിച്ച് പിണറായി വിജയന്റെ ഗുണ്ടകൾ തല്ലിച്ചതച്ച് അതിനെ ജീവൻ രക്ഷാപ്രവർത്തനമായി വിശേഷിപ്പിച്ച് ഒരു സൈക്കോപാത്തിന് മാത്രമല്ലേ അത് പറയാൻ സാധിക്കൂ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ചോദിച്ചാൽ തെറ്റുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഉത്തരം പറയണം. നവകേരള സദസ്സ് കണ്ണൂരിലെത്തിയപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരെ വ്യാപകമായി കരിങ്കൽ തടങ്കലിട്ടു. ഇതിനെ തുടർന്നാണ് കോൺഗ്രസ് പ്രത്യക്ഷമായി കരിങ്കൊടി സമരവുമായി എത്തിയത്. പഴയങ്ങാടിയിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടിയെന്ന് ഒറ്റ കാരണത്തിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ ഹെൽമറ്റും പൊട്ടിച്ചട്ടിയും കൊണ്ടൊക്കെ അടിച്ച് ഇടിച്ച് മൂക്ക് കലച്ച് കായ് പൊട്ടിച്ചു കാല് പൊട്ടിച്ച് തലക്കടിച്ച് അവരെ ആശുപത്രിയിലാക്കി. അതിനെ ന്യായീകരിക്കുന്നു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ആ മുഖ്യമന്ത്രി ആദ്യം ധരിച്ചത് ഞാൻ ഒരു നാക്ക് വഴിയായിരിക്കുമെന്നാണ്. പക്ഷേ ഇത് തന്നെ ആവർത്തിച്ചപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹം ബോധപൂർവം പറയുന്നതാണ് എന്നാണ്. ആരെങ്കിലും വിശ്വസിക്കൂ? അത് ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കൂ? ഞാൻ വിചാരിച്ചു നാക്ക് വഴിയാണെന്ന്. പക്ഷേ പിന്നെ മനസ്സിലാക്കിയത് അദ്ദേഹം അത് ഒരു വിശ്വാസ പ്രമാണമായിട്ടാണത് പറയുന്നത്. എല്ലാ സ്ഥലത്തും കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹം അത് പറഞ്ഞു. അതിക്രൂരമായ അക്രമ പ്രവർത്തനങ്ങൾ ദിവസങ്ങളും അരങ്ങേറിയപ്പോൾ അതിനെ വാർത്താ സമ്മേളനത്തിൽ ചോദ്യം ചെയ്ത മാധ്യമപ്രവർത്തകരെ പുച്ഛിക്കുവാനും ജീവൻ രക്ഷാപ്രവർത്തനം നടത്തുന്നത് മാത്രമേ താൻ കണ്ടുള്ളൂ എന്ന് ദാർഢ്യം കലർന്ന മറുപടിയും നിങ്ങൾക്ക് തന്നത് നിങ്ങൾ ഓർക്കുമെന്ന് ഞാൻ കരുതുന്നു. മാധ്യമങ്ങൾ DYFI ഗുണ്ടകളുടെ അക്രമത്തെ മന്ത്രിമാരും രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ ന്യായീകരിച്ചു. തുടർന്ന് പോലീസും CPM ഗുണ്ടകളും നാടുനീളെ അക്രമം അടിച്ചുവിട്ടു. പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയെയും KPCC ജനറൽ സെക്രട്ടറി MJ ജോബിനെയും ജേക്കബിനെതിരെയും അക്രമം നടത്തി. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മർദ്ദിച്ചു. ഭിന്നശേഷിക്കാരായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും DYFIക്കാർ മർദ്ദിച്ചു. DYFIക്കാരുടെ ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. അത് കേൾക്കണം നിങ്ങൾ. അടി കൊണ്ടോ പോരാ, വധശ്രമത്തിന് ഞങ്ങളുടെ കുട്ടികളെ പേരിൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് കൽത്തുറുങ്കിലാക്കി എന്ന് പറയുമ്പോൾ എന്ത് ഭരണം, എന്ത് ജനാധിപത്യം, എന്ത് നീതി, എന്ത് നിയമം, എന്ത് സംവിധാനം, എന്ത് വ്യവസ്ഥാപിതമായ സംവിധാനം ഈ സംസ്ഥാനത്തെന്ന് നമ്മൾ ആലോചിക്കണം. നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കണം. ഇവിടെ ഉണ്ടോ നിയമം? ഇവിടെ ഉണ്ടോ നിയമവാഴ്ച? ഇവിടെ ഉണ്ടോ ന്യായം? അന്യായത്തിന് മാത്രമേ ഇവിടെ സ്ഥാനമുള്ളൂ. ന്യായത്തിന് സ്ഥാനമില്ലാത്തൊരു നാടായി ഈ നാട് മാറുകയാണ്. പോലീസ് ചട്ടം ലംഘിച്ച് പ്രവർത്തകരെ മർദ്ദിച്ച ഗൺമാനെതിരെ കേസെടുക്കണമെന്ന ആവശ്യം പോലും മുഖ്യമന്ത്രി നിരാകരിച്ചു. സംരക്ഷിക്കുകയും ചെയ്തു അവരെ. ആ തെറ്റ് തിരുത്താൻ കോടതി വേണ്ടി വന്നു. നിങ്ങൾക്കറിയാം, ആ കേസിൽ കോടതി പറഞ്ഞു നടപടി എടുക്കണമെന്ന് പറഞ്ഞു കോടതി. അങ്ങനെ അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. കോടതി പറഞ്ഞ ശേഷമാണ് ഗൺമാനെതിരെ FIR ഇട്ട് കേസെടുക്കാൻ തയ്യാറായത്. മുഖ്യമന്ത്രി കലാപാഹ്വാനം നടത്തിയിട്ടും പോലീസ് കേസെടുത്തില്ല. പകരം ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ച തനിക്കെതിരെയും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയും കേസെടുക്കുന്നു. ഞങ്ങൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു. എന്തിനാ എനിക്കെതിരെ കേസെടുത്തതെന്ന് മനസ്സിലായില്ല. ജാമ്യമില്ലാത്ത കേസാണ് എടുക്കുന്നത്. ഞാൻ എന്തു ചെയ്തു എന്ന് എനിക്കറിയില്ല. എന്താണ് എൻ്റെ കുറ്റമെന്ന് എനിക്കറിയില്ല. പിണറായി വിജയൻ ഈ കുറ്റം അത്രയും ചെയ്തിട്ടും അദ്ദേഹത്തിനെതിരെ കേസെടുക്കാത്ത ഈ സംസ്ഥാനത്ത് ഒന്നും ചെയ്യാത്ത എനിക്കെതിരെ കേസെടുത്തു എന്ന് പറയുമ്പോൾ എന്ത് നിയമം, എന്ത് നീതി, എന്ത് നിയമവാഴ്ച പരിശോധിക്കണ്ടേ? കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് വിലയിരുത്തേണ്ട ഒരു അവസരമല്ലേ ഇത്? ഓരോ ജില്ലയിലും 2000-ലധികം പോലീസുകാരെ ചുറ്റും വിന്യസിച്ചാണ് മുഖ്യമന്ത്രി നവകേരള സദസ്സ് നടത്തിയത്. പോലീസുകാരെ മുഴുവൻ പിണറായി കൊണ്ടുപോയതുകൊണ്ട് ഇത്തവണ ശബരിമല തീർത്ഥാടനം അലങ്കോലമായി. അവിടെ ആവശ്യത്തിന് പോലീസ് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ തിക്കും തിരക്കിലും പെട്ട് ആളുകൾ ശ്വാസം മുട്ടി പലരും ക്ഷേത്ര ദർശനം നടത്താതെ മടങ്ങിപ്പോയത് ഒരുപക്ഷെ ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമായിരിക്കും ഈ വർഷത്തെ ദർശനമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ അതെല്ലാം തകർത്തത് ഇദ്ദേഹത്തിന്റെ ഈ ഒരു യാത്രയാണ്. കരിങ്കൊടി കാട്ടാൻ പോലും അനുവാദം ഉത്തര കൊറിയയല്ലെന്ന് പിണറായി വിജയൻ ഓർക്കണം. അവിടുത്തെ ഏകാധിപതി കിം യോങ് യുന്നിനെ പോലെ ആകാനാണ് പിണറായി ശ്രമിക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസ് ഉള്ളിടത്തോളം കാലം പിണറായിക്ക് അത് സാധിക്കില്ലെന്ന് ഞങ്ങൾ തെളിയിച്ചിരിക്കുന്നു. നവകേരള സദസ്സ് കൊണ്ട് ആർക്കാണ് പ്രയോജനം? മാധ്യമങ്ങൾ വിലയിരുത്തും. ആർക്കാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം? സാധാരണക്കാരനെ കാണുന്നില്ല. അവന്റെ പരാതി കേൾക്കുന്നില്ല. അവന്റെ പരാതി ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്നു. അത് സർക്കാർ ഓഫീസിൽ കൊണ്ടു കൊടുത്താൽ പോരെ? എന്തിന് ഇവിടെ പോകണം?
എന്തിനിവിടെ പോകണം? ഒരു തീർപ്പ് കൽപ്പിക്കുന്നില്ല. കണ്ട് പഠിക്കണമിടോ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി, അത് ജനസമ്പർക്ക പരിപാടി, ജനലക്ഷങ്ങളുടെ കണ്ണീരൊപ്പിയ പരിപാടി, ജനലക്ഷങ്ങളെ നേരിൽ കണ്ട പരിപാടി, ജനലക്ഷങ്ങളുടെ സങ്കടം കേട്ട പരാതി, ആ ജനലക്ഷങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ നടപടി കേരളത്തിലല്ല ഇന്ത്യയിൽ മറ്റൊരു മുഖ്യമന്ത്രിയും ചെയ്യാത്ത ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയും ഇദ്ദേഹത്തിന്റെ ഈ നവകേരള യാത്രയും തമ്മിൽ ഒരു തരത്തിലെങ്കിലും ഒന്ന് ബന്ധപ്പെടുത്താനും താരതമ്യപ്പെടുത്താനും നമുക്ക് സാധിക്കുമോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ പാർട്ടി യാത്ര വൻ പരാജയമായപ്പോൾ അതിനെ തുടർന്നാണ് ഇപ്പോൾ പിണറായി സർക്കാരിന്റെ മുഴുവൻ മെഷീനറിയും ഉപയോഗിച്ച് നവകേരള സദസ്സ് നടത്തിയത്. കേരളത്തെ കലാപകലുഷിതമാക്കി എന്നല്ലാതെ എന്തെങ്കിലും മെച്ചമുണ്ടായോ? പിണറായിയെ വിമർശിച്ച പത്രപ്രവർത്തകരെ എല്ലാം പോലീസ് പിടിച്ചകത്തിടുകയാണ്. പിണറായി സത്യത്തിൽ മോദിക്ക് പഠിക്കുകയാണ്. പത്രപ്രവർത്തകരുടെ സംഘടനകൾ നിശബ്ദത പാലിക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. എന്ത് മാധ്യമങ്ങളാ? എല്ലാത്തതിനും വിമർശനം നടത്തുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ട് പത്രപ്രവർത്തകരെ അറസ്റ്റ് ചെയ്തപ്പോൾ, പത്രപ്രവർത്തകരെ കേസെടുത്തപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് നിങ്ങളോട് ഞാൻ മുഖത്ത് നോക്കി ചോദിക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിച്ചില്ല? എന്തുകൊണ്ട് നിങ്ങളുടെ സംഘടനയ്ക്ക് സാധിച്ചില്ല? നിങ്ങൾക്ക് പത്രസ്വാതന്ത്ര്യം ഇവിടെ വേണ്ടേ? ആ പത്രസ്വാതന്ത്ര്യത്തിന് ഹനിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ. എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ കുറ്റം ചെയ്തത്? എന്തിനാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്തത്? അതിന് ഉത്തരം നിങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിക്കണ്ടേ? ആ ബാധ്യത എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ ഏറ്റെടുക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. പോലീസിന്റെ നരനായാട്ടിനെതിരെ 27-ന് ബ്ലോക്ക് തലത്തിൽ വൻ പ്രതിഷേധ ജ്വാല നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഫാസിസ്റ്റ് വിമോചന സദസ് എന്നാണ് അതിന്റെ പേര്. തുടർന്ന് പ്രക്ഷോഭ പരിപാടികൾ ഞങ്ങൾ തീരുമാനിക്കും. 2024 പിണറായി ഉറക്കമില്ലാത്ത രാവുകളായിരിക്കുമെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇതെല്ലാം ഈ സംഭവത്തിന് ഒരു പരിഹാരം വേണ്ടേ? എന്താണ് പരിഹാരം? ഇത്രയും നിയമലംഘനങ്ങളും ഇത്രയും നിയമവാഴ്ചയും തകർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലി, അതിനെ അന്വേഷിക്കാൻ ഒരു ജുഡീഷ്യൽ എൻക്വയറി ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടാൻ പോവുകയാണ്. ഞങ്ങൾ കോടതിയിൽ പോകും. ജുഡീഷ്യൽ എൻക്വയറി സിറ്റിംഗ് ജഡ്ജിനെ വെച്ച് ഒരു ജുഡീഷ്യൽ എൻക്വയറി നടത്തിക്കൊണ്ട് ഈ നടന്ന സംഭവത്തിന്റെ തെറ്റും ശരിയും വിലയിരുത്തി കേസെടുക്കേണ്ടവർക്കെതിരെ കേസെടുക്കാനും അന്യായമായി തടങ്കിൽ വെച്ചവർക്ക് ന്യായമായ നീതി ലഭിക്കാനും സാഹചര്യമുള്ള ഒരു ജുഡീഷ്യൽ എൻക്വയറി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ജുഡീഷ്യൽ എൻക്വയറിക്ക് വേണ്ടി നല്ലൊരു ലീഗൽ ലീഗൽ സെല്ലിനെ വെച്ച് ഗവൺമെന്റ് തയ്യാറാവണം. ഗവൺമെന്റ് തയ്യാറാവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഗവൺമെന്റ് തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ കോടതിയിൽ പോകും എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു.